ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾ എന്താണ്, ആ ഒരു അത്ഭുതം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ്, ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത്ഭുതം എന്താണ്, ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ് എന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് കപ്സ്. ഓക്കെ, സെക്കൻഡ് കാർഡ് വീണ്ടും നമുക്ക് 6 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. തേർഡ് കാർഡ് 9 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, 2 ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ്, the hermit card, king of swords, page of wands. Okay, 10 of pentacles. നമുക്കിവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ടവർ കാർഡ്, നൈറ്റ് ഓഫ് സോർഡ്സ്. ലാസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് വീണ്ടും 6 ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 6 ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്, 6 ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ 6 ഓഫ് കപ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് ഫുൾ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു അത്ഭുതം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഈ ഒരു കാർഡുകൾ എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ജീവിതം തന്നെ മാറുന്ന വലിയൊരു ടേണിംഗ് പോയിന്റിലേക്കാണ് നിങ്ങളിപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ അതൊരു പഴയ റിലേഷൻഷിപ്പ്, ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് തിരികെ വരുന്നതാകാം. അതാണ് നമുക്കിവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ ഒരു രീതിയിലുള്ള കണക്ഷൻസ് ആയിരിക്കാം. പക്ഷെ റാൻഡം ആയിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്, ആ ഒരു പേഴ്സൺ വരുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് 6 ഓഫ് കപ്സിന്റെ ഒരു എനർജി പറയുമ്പോൾ. പിന്നെ വരുന്നത് നമുക്ക് 6 ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജിയാണ്. ഇത് ഒരു വിജയം അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു വിജയം, ആ ഒരു സക്സസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്ത് സക്സസ് ആകാനാണോ നോക്കിക്കൊണ്ടിരുന്നത്, ആ ഒരു കാര്യം ലഭിക്കും. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ 6 ഓഫ് വാൻഡ്സിന്റെ കാർഡ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ശക്തി ആർജിച്ചെടുത്ത ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു പേഴ്സൺ. ഇതാണ് 9 ഓഫ് പെന്റക്കിൾസ് നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ ഒത്തിരി സ്ട്രോങ് ആയി മാറും എന്നുള്ളതാണ്. ഇമോഷണലി സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷണലി മറ്റൊരു വ്യക്തികൾക്ക് വന്നിട്ട് നിങ്ങളെ ഒരു രീതിയിലും വേദനിപ്പിച്ചോ വിഷമിപ്പിച്ചോ കടന്നു പോകാനായിട്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ വളരെ ബോൾഡായിട്ട് നിൽക്കാനും സ്ട്രോങ് മെന്റാലിറ്റിയോടുകൂടി മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിലുള്ള ഇമോഷണലി കുറച്ച് നിങ്ങൾ സ്ട്രോങ് ആകും. അതുപോലെ തന്നെ ആർക്കും നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരു രീതിയിലേക്ക് നിങ്ങൾ മാറും.
വളരെ ഓപ്പൺ അപ്പ് ആയ രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുത്ത് ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആയ ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്, കുറച്ച് സ്ട്രോങ് ആകും എന്നുള്ളതാണ് ഈ ഒരു നയൻ ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് സെൽഫ് ലവ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾ ആ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് രീതിയിൽ മാത്രമേ കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് തന്നെ നല്ലൊരു സ്നേഹം ഉണ്ടാകും. ഈ ഒരു സമയത്ത് തന്നെ അതൊക്കെ നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ടാവാം. പക്ഷെ നേരത്തെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം. മറ്റുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ വിഷമങ്ങളോ നിങ്ങളുടെ ദുഃഖങ്ങളോ ഒക്കെ നിങ്ങൾ സ്വന്തം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഉരുകി തീർന്നിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. സെൽഫ് ലവ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ള വ്യക്തികൾക്കോ കാര്യങ്ങൾക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കൂ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് സോർഡ്സ്, രണ്ട് കാർഡുകളും അടുത്തടുത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരു സമയമാണ്. ആ ഒരു കൺഫ്യൂഷൻസ് മാറും. ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടിൽ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഈ ഒരു ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇന്നർ റിയലൈസേഷൻ, അതായത് ഞാൻ ആരാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു സമയം. അതുപോലെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഡീപ്പായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിത് ഹെർമിറ്റ് കാർഡിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് നോക്കാം. ഇവിടെ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർഡ്സ് വരുന്നുണ്ട്, കിങ് ഓഫ് സോർഡ്സ് വരുന്നുണ്ട്. രണ്ടും സോർഡ്സിന്റെ കാർഡാണ്, കിങ്ങും നൈറ്റും ആണ് രണ്ടും കൂടെ വന്നത്. അപ്പൊ ഇത് രണ്ട് കോമ്പിനേഷൻ നമുക്ക് പറയുമ്പോൾ ഇവിടെ കുറെ സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ്. അതായത് സത്യങ്ങൾ പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ തിരിച്ചറിയുന്നതാകാം, നിങ്ങളുടെ ലൈഫിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ കാണാത്ത തലങ്ങളിലേക്ക് നിങ്ങൾ പോയി ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയുന്നതാകാം, എന്തുമാകാം. അപ്പൊ കുറെ സത്യങ്ങൾ പുറത്തേക്ക് വരും എന്നാണ് കാണുന്നത്. ഒരാള് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചിലപ്പോൾ കുറെ സത്യങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാകാം. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മുന്നേ ഒരു എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നിട്ട് ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ട് അവർ മറച്ചു വെച്ചിരുന്ന കുറെ സത്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുന്നു, നിങ്ങളോട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. കിങ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഈ രണ്ട് കാർഡ് വന്നിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇവിടെ കിട്ടും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പേഴ്സണിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതും ഇവിടെ ഒരു മിറാക്കിളായിട്ട് നമുക്ക് ചിലപ്പോൾ സങ്കല്പിക്കാൻ പറ്റും. കാരണം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ഇത് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത് ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം നമുക്കൊരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു സഡൻ ചേഞ്ച് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു മെയിൻ മിറാക്കിൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സഡൻ ആയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റം ലൈഫിലേക്ക് വരുന്നു. ആദ്യം ഒരു ഷോക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും, അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നല്ലതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടാകും, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യും, നിങ്ങൾ വളരെയധികം ഹേർട്ട് ആകും, നിങ്ങൾ ഒത്തിരി ഡൗൺ ആയി പോകും, ഡിപ്രഷനിലേക്ക് പോകും. ഒക്കെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയാണ് ഇത് നടന്നത് എന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കാനായിട്ട് പോകുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടക്കും. അപ്പോൾ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലതിനായിട്ട് ആ ഒരു കാര്യം വഴി വന്നെത്തും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇതുവരെ കുറെ ആളുകൾ നിങ്ങളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ കുറച്ച് ആളുകളെ നിങ്ങളോടൊപ്പം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആളുകളല്ലാതെ
ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. പല ആളുകളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് ഒരു സക്സസിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ ഒരു ഫുൾ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഫുൾ കാർഡും അതുപോലെ നമ്മൾ ഈ ഒരു പേജ് ഓഫ് വാൻസിന്റെ കാർഡ് പറഞ്ഞതേ ഇല്ല. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ തുടക്കം, ഫുൾ കാർഡും പേജ് ഓഫ് വാൻസും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും ഒരു പുതിയ ജേർണി തുടങ്ങും എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊരു ബോൾഡായിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ മൈൻഡിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒക്കെ മാറുന്ന ഒരു സമയങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നത്. നല്ല സ്ട്രെങ്ത് നേടിയെടുക്കുന്ന ഒരു സമയങ്ങളാണ്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നേടിയെടുത്തതിന് ശേഷം വളരെ ബോൾഡായിട്ട് ഒരു ഡിസിഷൻ എടുക്കും. വളരെ ബോൾഡായിട്ട് നിങ്ങൾ ലൈഫിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കും. ഒരു പുതിയ ജേർണിയിലേക്ക് നിങ്ങൾ കടക്കും എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ പേഴ്സണെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ താഴേക്ക് നോക്കുന്നതേ ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് പോകുമോ എന്നതിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഈ ഒരു വ്യക്തി മുകളിലേക്ക് നോക്കി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് തല ഉയർത്തി പിടിച്ച് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, അയ്യോ ഞാൻ ഈ ഒരു ഡിസിഷൻ ഒരു ചുവടെടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനടുത്ത് നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതോ ഒരു താഴ്ചാടുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മുടേതായ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നിന്നോട്ട് തന്നെ നിൽക്കുന്നു, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരു എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. നിങ്ങൾ പുതിയൊരു ജേർണി തുടങ്ങും എന്നുള്ളതാണ്. ഒരു പേടിയും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ മുന്നോട്ടേക്ക് വളരെ ബോൾഡായിട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ ജേർണി തുടങ്ങും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ട് പോകുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി ഇൻഡിപെൻഡന്റ് ആകും, ഫൈനാൻഷ്യലി ഉയരും. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫുൾ കാർഡ് വഴി നമുക്കതാണ് ഫൈനലായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു സഡൻ മാറ്റം, ആ ഒരു പഴയ ഒരാള് തിരികെ വരുന്നത് വഴി അവിടെ ഒരു വളരെയധികം ഒരു മാറ്റങ്ങൾ വരും. അവസാനം സ്ഥിരമായ ഒരു സന്തോഷവും ഒരു സമാധാനവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ആരാണ് എന്ന് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കാർഡിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ ഹർട്ട് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വളരെ ലോജിക്കലായിട്ടും ഈഗോ ഒക്കെയുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് അവരെ കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത് ഈ ഒരു കാർഡുകളിൽ നിന്ന്. ഒത്തിരി ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളൊക്കെയാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവര് എപ്പോ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ലോ പ്രോസസ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സഡൻ എൻട്രി ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ പെട്ടെന്ന് ഒരു 1 to 3 മന്ത്സിനുള്ളിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഇനി ഇത് നിങ്ങൾ സെപ്പറേഷനിൽ പോയിട്ടുള്ള ആ ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഒരു 1 to 3 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഒരു മെസ്സേജ്, കോള് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ആദ്യം കുറച്ച് ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും കുറച്ച് കൺഫ്യൂഷനും ഷോക്കൊക്കെ ഉണ്ടാകും. ഈ ഒരു ടവർ കാർഡ് വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഇവരെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് വരും. കാരണം ഒരു ക്ലാരിറ്റി വരാതെ ഈ പേഴ്സൺ പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോവുക ചെയ്യുമ്പോൾ അപ്പോൾ സിറ്റുവേഷൻസ് പിന്നീട് ഒരു വളരെ അൺസ്റ്റേബിൾ ആയി നിന്നിട്ട് പിന്നീട് അത് ഇനീഷ്യലി ഗ്രാജുവലി മുന്നോട്ട് വരും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന യൂണിവേഴ്സ് നോക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് ഒരു കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പം പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന യൂണിവേഴ്സിനോട് നമ്മൾ അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഓഫ് സോർട്സ് ഉണ്ട്, ഹെർമിറ്റ് കാർഡ് ഉണ്ട്. ഈ 2 കാർഡുകൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണം. ഇപ്പോൾ ഇമോഷൻസ് കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഒരു സമയം എടുത്ത് സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറന്ന് പാഞ്ഞോടേണ്ട ഒരു കാര്യവുമില്ല. വളരെ സമയമെടുത്ത് പതിയെ നിങ്ങൾക്ക് ഡിസിഷൻ എടുത്താൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ബാലൻസ് നിലനിർത്തുക. ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് അതാണ് പറയുന്നത്. ഇത് രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ എക്സൈറ്റ്മെന്റ് കാണിക്കരുത്. കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെ ഇഗ്നോർ ചെയ്യാനും നിൽക്കണ്ട. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ
ഒരു കാമായിട്ട് കൺട്രോൾ ആയിട്ട് കാര്യങ്ങളൊക്കെ കാമായിട്ട് കൺട്രോൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കിങ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ലോജിക്ക് കുറച്ചുകൂടി ഉപയോഗിക്കുക. ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ എനർജി മൊത്തം കാണുന്ന ഇമോഷണലി ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ എപ്പോഴും എല്ലാത്തിലും ഇമോഷണലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറ്റിച്ചിട്ട് പോകുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. സ്നേഹമൊക്കെ ഉണ്ട്, എല്ലാവർക്കോടും നമുക്ക് സ്നേഹമുണ്ട്, ഒരു പേഴ്സണോട് സ്നേഹമുണ്ട്, എല്ലാ സ്നേഹമുണ്ട്. അപ്പൊ ഒരു സ്നേഹം മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പോൾ ഈ വരുന്ന പേഴ്സന്റെ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യുക, അവരുടെ വാക്കുകളെല്ലാം വിശ്വസിക്കേണ്ടത്. മധുരമായിട്ട് സംസാരിക്കുകയും പല പല വാഗ്ദാനങ്ങൾ നൽകുകയും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സോപ്പിട്ട് വീഴിക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഒരു വാക്കുകളെല്ലാം, അങ്ങനെയുള്ളതാണെങ്കിലും ആരാണെങ്കിലും അവരുടെ വാക്കുകളെല്ലാം നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അവരുടെ ആക്ഷൻസെ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് എഫേർട്ട് എടുക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ആക്ഷൻ മാത്രം വിശ്വസിക്കുക. ചിലപ്പോൾ ഇവർ ഈ പറച്ചിൽ മാത്രമേ കാണത്തുള്ളൂ. അവരിങ്ങനെ പറയും, ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളരെ സ്നേഹമാണ്, നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അവർ ഇതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷെ ആക്ഷൻസ്, ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു എഫേർട്ട് ഇടുന്നില്ല. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോകുന്ന പോലത്തെ ഒരു അവസ്ഥ, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഈ റിലേഷൻഷിപ്പ് വീണ്ടും റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചും കൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണം എന്ന്. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ കാർഡ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക. എന്തായാലും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന്. നിങ്ങൾക്ക് ഡൗട്ട്സോ ഫീലിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തുറന്ന് നല്ല പക്ക ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഒരു വഴക്കിലേക്ക് പോകാത്ത രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് നല്ല മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ വരുത്തുക. അപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നതല്ല, ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്. ഇവിടെ ചില റീഡിങ്ങുകൾ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കൂ, അതിനുശേഷം കാര്യങ്ങളെല്ലാം ഓക്കെ ആകും എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ സൈലൻസ് അല്ല, ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നയൻ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആണ്. ആരെയും ഇംപ്രസ് ചെയ്യാൻ, നിങ്ങൾ ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ മാറേണ്ടതായിട്ടില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ആരെയും ഇംപ്രസ് ചെയ്യേണ്ട കാര്യവും നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിസർവ് ചെയ്യുന്ന ഒരു ലവ് മാത്രമേ നിങ്ങൾക്ക് കിട്ടേണ്ടതുള്ളൂ. അത് നിങ്ങൾ ഡിസർവ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വെക്കണം. ഞാൻ ഡിസർവ് ചെയ്യുന്ന ലവ് മാത്രമേ എനിക്ക് വേണ്ടൂ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറണം. പിന്നെ ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട് തന്നെ, ഒരു സഡൻ ചേഞ്ചിന് റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഒരു ഷോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിൽ പാനിക് ആകാതിരിക്കുക. എല്ലാം നല്ലതിനാണ്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ യുവർ ഗ്രോത്ത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുക. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ചിലരൊക്കെ അത് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി ഫേസ് ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ് അക്സെപ്റ്റ് ചെയ്യുക. എന്തായാലും ഒരു പുതിയ കാര്യങ്ങൾ, പുതിയ തുടക്കം ഒക്കെ ലൈഫിൽ വരും. ചിലരുണ്ട് ആ ഒരു പാസ്റ്റിലെ കെട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കുകയാണ്, എനിക്ക് പാസ്റ്റ് മതി, എനിക്ക് ഇങ്ങോട്ട് പോകാം, പ്രസന്റും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആ ഒരു പേഴ്സണെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെ ഒരു കംഫർട്ട് സോണാണ്, അവിടെ നിന്ന് എനിക്ക് ഒന്നും സംഭവിക്കേണ്ട, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി പാസ്റ്റിലുള്ള പേഴ്സൺ വന്നാലും അല്ലെങ്കിൽ ഒരു ന്യൂ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു പഴയ മിസ്റ്റേക്ക് ഇനിയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഫൈനലായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഫീലിങ്സുകൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു വാല്യൂ കൊടുക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് മാത്രം അവരെ ട്രസ്റ്റ് ചെയ്യുക. അവരുടെ ആക്ഷൻസ് വെച്ചിട്ട് അവരെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് പഠിക്കണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ വരുന്നത് റീഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ പെയിന്റിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഇത് ഓൾറെഡി റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളത്. 1984 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2001 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്.
ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. ആലപ്പുഴ ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം. പേഷ്യൻസ്, ക്ഷമ. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 1989 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51 കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലവബിൾ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ R നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ. നമ്പർ 13 നമുക്ക് കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1 month ഒരു പോസിബിലിറ്റി ആണ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഓക്കെ, യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 639 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ, എന്ത് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്, അതായത് ഇപ്പോൾ ഒരു മിറാക്കിൾ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഈ റീഡിങ് കാണുന്നത്. ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു മിറാക്കിൾ എന്താണെന്ന് കൂടി ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ഒരു സക്സസ്, നിങ്ങൾ കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതെന്ത് തന്നെയാണെങ്കിലും യെസ് പോസിബിൾ എന്നാണ് ഇവിടെ കിട്ടുന്നത്. വിതിൻ 72 അവേഴ്സിനുള്ളിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നമ്പർ 38 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്ന പോസിബിലിറ്റി വരുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 43 ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം.